നമസ്കാരം, എൻ്റെ പേര് ശ്രീകുട്ടൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സ്വദേശിയാണ്. കേരള PSC ഈ അടുത്ത് നടത്തിയ അസിസ്റ്റൻറ്റ് കമ്പൈലർ പരീക്ഷയിൽ NCA നോട്ടിഫിക്കേഷനിൽ 1ാം റാങ്കും ജനറൽ നോട്ടിഫിക്കേഷനിൽ 2ാം റാങ്കും നേടാൻ എനിക്ക് സാധിച്ചു. നിലവിൽ ഞാനിപ്പോൾ മൂവാറ്റുപുഴ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത് വരികയാണ്. സർക്കാർ ജോലി എൻ്റെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ ഈ PSCയിലേക്ക് കടന്നു വരാൻ എന്നെ ഒരുപാട് പ്രചോദനമായത് എൻട്രി തന്നെയാണ്. എൻട്രിയിലെ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടാണ് ഞാൻ PSC എന്നൊരു ആഗ്രഹം എന്നിലേക്ക് വരുന്നത്. അതിനെ പഠിച്ചു തുടങ്ങി ആദ്യമൊക്കെ നല്ല പാടായിട്ട് തോന്നി. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എനിക്ക് ആദ്യം തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി PSC പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനെനിക്ക് സുജയ് സാറിൻ്റെയും പ്രദീപ് സാറിൻ്റെയും ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പായി. ഞാൻ ഒരു താൽക്കാലിക ജോലിയിൽ നിന്നുകൊണ്ടാണ് ഇതിലേക്ക് പഠിച്ചു വരുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ളൊരു ജോലിയായിരുന്നു, കാരണം ഫീൽഡ് വർക്കൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് തരുന്ന ജോലികൾ ദൂരെ സ്ഥലങ്ങളിലായിരിക്കും. ജോലി കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിരിക്കാം എത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇപ്പം കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ ഒരുവിധം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തു. ഈ ജോലിക്കിടയിൽ ഞാൻ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ ബേസ് ചെയ്താണ് ഞാൻ എൻ്റെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു 70 days പ്ലാനിൽ ഞാൻ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. നൈറ്റ് ഈ ടൈം ടേബിൾ നോക്കി മാത്രമാണ് ഞാൻ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് വേണ്ടിയിട്ട് വേണ്ട മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തു, എഴുതിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ PSC പഠനം ഒരു പ്രോപ്പറായ രീതിയിലേക്ക് തുടങ്ങുന്നത്. ഞാൻ ജോലിക്കിടയിൽ ടൈം കണ്ടെത്തി പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പഠിക്കുക, വന്നിട്ട് എല്ലാ ജോലിയും ഒന്ന് ഒതുക്കി, ഇപ്പം ഓഫീസ് വർക്കുകളെല്ലാം ഒതുക്കി കഴിഞ്ഞ് ഒരു നൈറ്റ് 9 മണിയോടുകൂടി ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു ടൈം നോക്കാറില്ല. എപ്പോഴാണോ പഠിച്ചു തീരുന്നത് അതുവരെ പഠിക്കും. പിന്നെ എനിക്ക് ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന ടൈമിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. നമുക്കൊന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ നിർത്തുക. സിനിമ കാണണമെങ്കിൽ സിനിമ കാണുക, വേറെ എന്തെങ്കിലും ഇപ്പം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു സ്റ്റഡി പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം പഠിക്കാൻ തോന്നുമ്പോൾ മാത്രം പഠിക്കുക, അല്ലാത്ത സമയത്ത് സിനിമ കാണണമെങ്കിൽ സിനിമ കാണുക, ക്രിക്കറ്റ് കാണുക, അങ്ങനെയൊക്കെ ഉള്ള ഹോബീസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സർക്കാർ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് ഞാൻ വരാനുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഗൾഫിലേക്ക് പോവുക, ഒരു NRI ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും കാശൊട്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ തുടങ്ങുന്നത്. അപ്പം അവിടെ വെച്ച് ഞാനൊരു എനിക്കൊരു ലവ് അഫെയർ ഉണ്ടാവുകയും അതിൽ നിന്നാണ് ഞാൻ PSC, പുള്ളിക്കാരിയുടെ വീട്ടിലെ എല്ലാവരും PSC ബേസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നെ PSCയിലേക്ക് കടന്നു വരാൻ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് PSCയിലേക്ക് എത്തുന്നത്. PSC എന്നൊരു സ്വപ്നം എനിക്ക് അങ്ങനെയാണ് വരുന്നത്. അവിടെ നിന്ന് ഞാൻ PSC പഠിക്കാൻ തുടങ്ങി. ഗൾഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഞാൻ കളഞ്ഞിട്ട് PSC എന്നൊരു സ്വപ്നത്തിലേക്ക് വരികയായിരുന്നു. പുള്ളിക്കാരിയാണ് എന്നെ PSCയിലേക്ക് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു ഗൈഡൻസിൽ മാത്രമാണ് ഞാൻ PSC എന്നൊരാഗ്രഹവും, പുള്ളിക്കാരിയെ വിവാഹം ചെയ്യണമെങ്കിൽ PSC കിട്ടണം എന്നുള്ളൊരാഗ്രഹം എന്നിൽ വരുന്നത്. അങ്ങനെ PSC പഠിച്ചു. ഇപ്പം ഞാൻ കഴിഞ്ഞ നവംബറിൽ പുള്ളിക്കാരിയുമായിട്ട് വിവാഹം കഴിഞ്ഞു. PSC എന്ന് പറയുന്ന ഒരു ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തത് പുള്ളിക്കാരിയാണ്. ഞാൻ PSCയിലേക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ഇറങ്ങി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ സഹോദരി എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുകയാണ്. പിന്നെ പുള്ളിക്കാരിയുടെ ചേട്ടൻ സഹോദരൻ വന്നിട്ട് ഫയർമാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും ആ ഒരു പൊസിഷനിലേക്ക്, ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തണമെന്നൊരാഗ്രഹം ഉണ്ടാകും. വൈഫിൻ്റെ പേര് പാർവതി എന്നാണ്. അപ്പോൾ പാർവതിയാണ് എന്നെ എല്ലാ കാര്യത്തിനും PSCയിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വൈഫിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ കുട്ടിയുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞത് അതാണ്, എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ഞാൻ വാങ്ങിക്കാം, PSC എങ്ങനെയെങ്കിലും ഞാൻ എഴുതിയെടുക്കാം. ആ ഒരു ഉറപ്പിൻ്റെ മേലിലാണ് നമ്മളുടെ വിവാഹം തന്നെ അവരുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരുമായിട്ട് സമ്മതിച്ച് വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ് 3ൻ്റെ അന്ന് തന്നെ ഞാൻ റാങ്ക് ലിസ്റ്റ് 3ാമത്തെ ദിവസം, അതായത് വിവാഹം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു PSC.
അതിൽ ഫസ്റ്റ് റാങ്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. എൻ്റെ വീട്ടുകാർക്കും വൈഫിൻ്റെ വീട്ടുകാർക്കും അന്ന് ഒത്തിരി സന്തോഷമായി, നമുക്കും ഒത്തിരി സന്തോഷമായി. PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം, PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള സ്വപ്നം, അത് എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ആ കോവിഡ് സമയത്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൽ വരുന്നത് CPO ആണ്. 2019 CPOയുടെ ലിസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആ ഒരു രാത്രി, അന്ന് നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വരുന്ന ആ ഒരു രാത്രി, അത് എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും. ആ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ആ ഒരു നിമിഷം എല്ലാവരും സ്വപ്നം കാണണം. കാരണം അന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. ഞാനൊക്കെ ആ ഒരു ലിസ്റ്റ് എപ്പോഴും എടുത്ത് നോക്കുക, പ്രൊഫൈൽ എപ്പോഴും എടുത്ത് നോക്കുക. ഞാൻ ഷോർട്ട് ലിസ്റ്റായി, എൻ്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. ഞാൻ ഷോർട്ട് ലിസ്റ്റായി വന്ന ആ ലിസ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഞാൻ കിടന്ന ഉറക്കം വരുന്നില്ല, ഞാൻ രാത്രി എന്നെ സ്വപ്നം കാണുക, പോലീസാവുക എന്നുള്ള ആ ഒരു സ്വപ്നം വരുന്നത് എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫിസിക്കലിന് എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നു. CPOയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഹാൾ ടിക്കറ്റ് വന്നു. ഞാൻ ഫിസിക്കലിന് പോകുന്ന സമയത്ത് എന്നെ റിജക്റ്റ് ചെയ്തു. കാരണം എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് എന്നെ റിജക്റ്റല്ല, എന്നോട് പറഞ്ഞു ഹൈറ്റ് വേരിയേഷൻ ഉണ്ട്, അപ്പോൾ ഇതിൽ പാടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ കിറ്റ് എഴുതി കൊടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, എനിക്ക് ഇനി എന്തായാലും യൂണിഫോം പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റില്ല. പെട്ടെന്ന് PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു ഈ യൂണിഫോം പോസ്റ്റുകൾ. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് ഇനി പറ്റില്ല. അപ്പം വേറൊരു എക്സാം, ഇപ്പം അധികം കോമ്പറ്റീഷൻ ഇല്ലാത്തതും എന്നാൽ നല്ല പൊസിഷൻ, ഹൈ പേ സ്കെയിലുള്ളതുമായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ്ലി ആവറേജ് പേ സ്കെയിലുമായിട്ടുള്ള ഒരു ജോബ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് ഞാൻ ചിട്ടയായ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോയി. അതിലൂടെയാണ് ഈ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നത്. എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻട്രി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ട്രാവലിംഗ് ടൈമിൽ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തായാലും ഞാൻ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. കാരണം PSC എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ മാത്രം നമുക്ക് നേടാൻ പറ്റും, അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മോക്ക് ടെസ്റ്റുകൾ, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഇഷ്ടം പോലെ എൻട്രി നമുക്ക് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിലൂടെ. അപ്പം ഞാൻ അത് എല്ലാം ഇരുന്ന് ചെയ്യുമായിരുന്നു. എന്നിട്ട് അനാലിസിസ് ചെയ്യുമായിരുന്നു. നമുക്ക് ഏത് പോർഷൻ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് മാർക്ക് കുറയുന്നത്, ഏത് ഏരിയയിലാണ് മാർക്ക് കുറയുന്നത്, ഇതെല്ലാം എൻട്രിയുടെ ആപ്പിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഏത് സബ്ജക്റ്റാണ് നമ്മൾ വീക്ക്, ആ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി. എൻട്രിയിലെ പ്രദീപ് സാറായാലും സുജയ് സാറായാലും ഒക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദീപ് സാറിൻ്റെയും സുജയ് സാറിൻ്റെയും ക്ലാസ്സുകൾ എപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ അതെടുത്ത് കണ്ട് അതിൽ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദീപ് സാറ് തന്ന കുറേ ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീ ക്ലാസ്സസ് എൻട്രി കണ്ടിട്ടാണ് ഞാൻ എൻട്രിയിലേക്ക് അട്രാക്റ്റീവായി അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, എൻട്രി പെയ്ഡ് വെർഷനിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങി. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് ഞാൻ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. തുടർന്നുള്ള PSC വിദ്യാർത്ഥികൾക്ക് എൻട്രി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാ രീതിയിലുള്ള അനാലിസിസും എൻട്രീസിൽ നിന്ന് കിട്ടും, എൻട്രി ആപ്പിൽ നിന്ന് കിട്ടും. കാരണം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ ഏത് പോർഷനാണ് നിങ്ങൾ വീക്ക്, ആ വീക്ക് പോർഷനിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്ര വലിയ പഠന മികവൊന്നും പുലർത്തുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയിരുന്നില്ല. കാരണം ഭയങ്കരമായി റാങ്ക് വാങ്ങുക എന്നുള്ള പ്രതീക്ഷയിൽ പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനൊരു കോൺട്രാക്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമ്മളെ പുറത്താക്കാം, അവർക്ക് തീരുമാനിക്കാം. അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചാൻസ് കാണും. കാരണം പുതിയൊരു പെർമനൻറ്റ് ജോലിക്കാരൻ അവിടെ വരുമ്പോൾ നമ്മളുടെ ഒരു കരിയർ എന്ന് പറയുന്നത് തുലാസിലാണ് അവിടെ എപ്പോഴും. അപ്പോൾ എപ്പോഴും അവിടെ നിന്ന് പറയാറുണ്ട്, നിങ്ങളിവിടെ
എപ്പോഴും തങ്ങി നിൽക്കാതെ എങ്ങനെയെങ്കിലും വേറൊരു ജോലി വാങ്ങുക എന്നുള്ളത് എപ്പോഴും പറയാനുണ്ട്. അപ്പം ഞാൻ ഈ ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. PSC വഴി ജോലി മേടിച്ച് എങ്ങനെയെങ്കിലും ജോബ് സെക്യൂർ ആക്കുക. ഇപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് വരെ എന്തായാലും ഇനി നമുക്ക് ഒരു തിരിഞ്ഞു നോക്കണ്ട. കാരണം നമ്മുടെ ജോലി അവിടെ തന്നെ കാണും, ലീവ് എടുക്കാം, പിന്നെ ലീവൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ PSC ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഇപ്പം വൈഫിൻ്റെ വീട്ടിൽ സംസാരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ജോബ് എന്ന് പറയുന്നത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, PSC എന്ന് പറയുന്നതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ PSC എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ മതി. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊന്നും PSC നേടാൻ ആരും ശ്രമിക്കില്ല. കാരണം നമുക്ക് ഒരു ഇപ്പം ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നുള്ളതല്ല, നമുക്ക് ജോലിയാണ് മെയിൻ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ PSC എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്മാർട്ട് വർക്കിലൂടെ പെട്ടെന്ന് നേടാൻ പറ്റുന്നതാണ് PSC. ഇനിയും പഠിച്ചു വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ ഞാൻ നേരുകയാണ്. PSC എത്രയും പെട്ടെന്ന് എഴുതി നിങ്ങൾക്കും ഒരു സ്ഥിര ജോലി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.